السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാനപ്പെട്ട ഹക്കീം തങ്ങൾ, ബാക്കവി, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്യാമ്പിനെ ഉപകാരപ്രദമാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ സിറാത്തുൽ മുസ്തഖീം അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെതിരായി വരുന്ന ഏതൊക്കെ പിഴച്ച നിലപാടുകളോ മാർഗങ്ങളോ ഉണ്ടോ അതിൽ നിന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഏറെ പ്രസക്തമായ അനിവാര്യമായ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് നടക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതിനൊക്കെ വലിയ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ പ്രസക്തിയുണ്ട്. നമുക്ക് നമ്മുടേതായ മാർഗം സിറാത്തുൽ മുസ്തഖീമാണ്. അത് നമ്മൾ പ്രവർത്തകരാണ് ശരിക്കും ആദ്യമായി അത് തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും പിൻപറ്റുകയും ചെയ്യേണ്ടവർ. നമ്മിൽ നിന്ന് കണ്ടിട്ടാണ് പിന്നെ മറ്റുള്ളവർ അത് മനസ്സിലാക്കുക, അവരിലേക്ക് നമ്മളത് കൈമാറിക്കൊടുക്കുക ഒക്കെ സാധ്യമാവുക. നമ്മിൽ നിന്ന് കണ്ടിട്ടാണ്. അത് നമ്മിൽ നിന്ന് മറ്റുള്ളവർ കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ ആ സിറാത്തുൽ മുസ്തഖീം ഉണ്ടായിരിക്കണം. അതുണ്ടാവണമെങ്കിൽ വളരെ കൃത്യമായി എന്താണ് സിറാത്തുൽ മുസ്തഖീം, എന്തല്ല എന്നതിനെക്കുറിച്ച് നല്ല കൃത്യമായ ബോധ്യം നമുക്ക് വേണം. അപ്പോഴേ നമുക്കതിനെ പിൻപറ്റാനുള്ള മാനസികമായ തയ്യാറെടുപ്പുണ്ടാവുള്ളൂ. സിറാത്തുൽ മുസ്തഖീം, അതിലേക്ക് അല്ലാഹുവേ ഞങ്ങളിനി ചേർത്തി തരണമേ, ഹിദായത്താക്കി തരണമേ എന്ന് നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വഫാത്ത് വരെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്തു. എന്ന് വെച്ചാൽ ഹിദായത്തിന് ഒരു അവസാനമില്ല. ഹിദായത്തിൻ്റെ ദറജാത്തുകൾക്ക് ഒരന്ത്യമില്ല. അത് എത്ര തന്നെ ഹിദായത്ത് ലഭിച്ചാലും സിദ്നാഹും ഹുദാ, സിദ്നാഹും ഹുദാ, ഹിദായത്ത് അങ്ങനെ ഏറ്റി കിട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അത് അവസാനിക്കുന്നതല്ല. അത് തന്നെയാണ് വവജദക ളാല്ലൻ ഫഹദാ എന്ന് പറഞ്ഞതും. ഓരോ ഹിദായത്തിൻ്റെ ദറജയിലേക്ക് നോക്കുമ്പോഴും അതിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ദറജ, ഈ ഉയർന്ന ദർജയിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദലാലാണ്. അത് ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ദലാൽ അതികഠിനമായിരിക്കും. വളരെ ഉയർന്ന ദർജയിലേക്ക് എത്തിയ ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ദർജ അവനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ദലാലാണ്. വവജദക ളാല്ലൻ ഫഹദാ, ഹിദായത്ത് അങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇഹ്ദിന ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് വരെ നിലനിർത്തുകയും ചെയ്തു. പക്ഷെ എന്താണ് സിറാത്തുൽ മുസ്തഖീം? അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് വരച്ചു കാണിച്ചു തന്നു. ഒരവ്യക്തതയുമില്ല. ഒരു നിലക്കും നമുക്ക് സംശയിക്കേണ്ടതോ അതല്ലെങ്കിൽ അവ്യക്തതയിൽ ഇരുട്ടിൽ കിടന്ന് തപ്പേണ്ടുന്നതോ ആയ ഒരാവശ്യവും ഇല്ല. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ ചേർത്തി തരണമേ എന്ന് ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാണ്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അത് അല്ലാഹുവിനറിയാലോ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നീ ചേർത്തി തരണമേ മതിയല്ലോ. എന്താണത്? അല്ലാഹുവിനറിയാം. അല്ലാഹു തെരഞ്ഞെടുക്കുന്നത് ഏതാണോ അത് തന്നെ. അവിടെ നിർത്തിയില്ല അല്ലാഹു തആല. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുണ്ട്,
നീ അനുഗ്രഹിച്ച ആളുകൾ ഉണ്ട്. അത് ആളുകളാണ്, മനുഷ്യന്മാരാണ്, അത് ഗ്രന്ഥങ്ങളല്ല. സിറാത്തല്ലദീന, നീ അനുഗ്രഹിച്ച ആളുകൾ, അവരുടെ മാർഗത്തിനാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക. അത് കുറെ മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് ലഭിച്ചിട്ടുണ്ട്. അതാരാണത്? വഫായിദത്തുഹു വത്തഅ്കീദു വതൻസീസു അലാ അന്ന സിറാത്തല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പിന്നെ ആവർത്തിച്ച് അവിടെ പറയുന്നതിന്റെ ഉദ്ദേശം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത ആളുകൾ ആരാണോ അത് മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞു. ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അംബിയാക്കളും വസ്സദീഖീന, സുദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അംബിയാക്കളുടെ തൊട്ട് താഴെ ദർജയിൽ നിൽക്കുന്ന ആളുകൾ. അതാരാണ്? അതാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ എന്ന് നമ്മൾ പറയുന്നത്. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കും പ്രവൃത്തിയും ഉള്ളവും പുറവും പരസ്യവും രഹസ്യവും എല്ലാം സത്യസന്ധമാണ്. സിദ്ഖല്ലാതെ മറ്റൊന്നും അവന്റെ ജീവിതത്തിലില്ല. അവന്റെ വാക്കിന് അവന്റെ പ്രവൃത്തി എതിരല്ല. അവന്റെ പ്രവൃത്തി അവന്റെ വാക്കിനെ കളവാക്കുകയില്ല. അള്ളാഹുവിന്റെ അടിമയാണെന്ന് അബ്ദുള്ള എന്നവൻ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അടിമയാണെന്ന് അവൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമാണ്. അവൻ അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. സിദ്ഖാണ് അവന്റെ മുഖമുദ്ര, സിദ്ഖാണ് അവന്റെ ജീവിതം, സിദ്ഖാണ് അവന്റെ അടക്കവും അനക്കവും അവന്റെ സർവ്വതും. അതാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖ്. വേറെ ഹദീസിൽ കാണാലോ, ലാ യസാലുൽ അബ്ദു യസ്ദുഖു വയതഹറ സിദ്ഖ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ. എപ്പോഴാണ് ഒരു മനുഷ്യൻ സിദ്ദീഖാവുന്നത്? സിദ്ഖിനെ തഹറി ചെയ്യുക. ഒരു മനുഷ്യൻ സിദ്ഖ് പറയുന്നവനായിക്കൊണ്ടേയിരിക്കും, സിദ്ഖ് കൊണ്ട് നടക്കുന്നവനെ ആയിരിക്കും. വയതഹറ സിദ്ഖ, അവന്റെ ജീവിതത്തിന്റെ നാനാ തുറകളിലും സിദ്ഖിനെ മാത്രം അവൻ പുലർത്തുന്നവനായിരിക്കും. അതിൽ പ്രത്യേക സൂക്ഷ്മത പാലിക്കുന്നവനായിരിക്കും. അങ്ങനെ ആ ഒരു നിലയിൽ നിലനിന്ന് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ, അല്ലാഹുവിന്റെ പക്കൽ സിദ്ദീഖ് എന്ന നാമകരണം അവന് വരും, എഴുതപ്പെടും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് മനുഷ്യന് ഉയരാനുണ്ട്. എല്ലാവരും കുറെയൊക്കെ സദുക്ക് പറയും, ചിലപ്പോൾ കളവും പറയും, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരെയും സിദ്ദീഖ് എന്ന് എഴുതില്ലല്ലോ. സിദ്ദീഖ് എന്ന് എഴുതപ്പെടുന്ന ഒരു സ്ഥാനമുണ്ട്, ഒരവസ്ഥ ഉണ്ട്. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അള്ളാഹുവിന്റെ പക്കൽ സിദ്ദീഖ് എന്നവനെ പറ്റി എഴുതപ്പെടുന്ന ഒരവസ്ഥ വരും. അപ്പൊ അങ്ങനത്തെ അവസ്ഥ എല്ലാവർക്കും ഇല്ല. അത് നേടിയെടുക്കുന്നതാണ്. എങ്ങനെ? യതഹറ സിദ്ഖ, സിദ്ഖിനെ തഹറി ചെയ്തുകൊണ്ട് നിലനിൽക്കുമ്പോൾ അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പൊ സിദ്ദീഖ് എന്ന ഒരു സ്റ്റേജിലേക്ക് മനുഷ്യൻ ഉയരും. എല്ലാവരും അങ്ങോട്ടെത്തിയവരല്ല, വളരെ വ്യക്തമാണ്. ആ നിലക്ക് സിദ്ഖ് കൊണ്ട് നടക്കുന്ന ആളുകൾ, അതാണ് ഔലിയാക്കൾ എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവും അവന്റെ അടിമയും അള്ളാഹുവും അവന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിൽ സത്യസന്ധത ഉള്ളവൻ. അതാണ് തസവൂഫ് എന്ന് പറഞ്ഞാൽ. തസവൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? തസവൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ, അടിമയും റബ്ബും തമ്മിലുള്ള ബന്ധത്തിൽ സത്യസന്ധത ഉണ്ടാവുക, അതന്നെ തസവൂഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സാഫായി. അല്ലെങ്കിലൊക്കെ കലർക്കം തന്നെയാണ്, അല്ലെങ്കിലൊക്കെ ഏതാണ്? കറ പുരണ്ടതാണ്. ആ നിലക്ക് സിദ്ദീഖ് എന്ന ഒരു സ്ഥാനത്തേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ചാണ് സിദ്ദീഖീങ്ങൾ എന്ന് അല്ലാഹു തആല അവിടെ പരാമർശിച്ചത്. അവരാണ് സാധാരണ നാം പറയുന്ന ഔലിയാക്കൾ എന്ന് പറയുന്നു. അതിൽ വിവിധ ദർജാത്തുകളുള്ളവരുണ്ട്. വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ആ പറയപ്പെട്ട സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അംബിയാക്കൾ, അതുപോലെ ശുഹദാ, അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിച്ചവർ എന്ന് അല്ലാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞത്. ആ നിലക്ക് അല്ലാഹുവിന്റെ ആ നിഅമത്തിന്, ആ നിഅമത്ത് ലഭിച്ച ആളുകൾ ആണ് അവരുടെ സിറാത്ത്.
ഹുവൽ അലമു ഫിൽ ഇസ്തിഖാമത്തി അല അന്ന ത്വരീഖൽ ലദീന അൻഅമല്ലാഹു അലൈഹിം. അല്ലാഹു തആല നിഅമത്ത് ചെയ്തിട്ടുള്ള ഈ ആളുകൾ, ഈ പറയപ്പെട്ട ആളുകൾ, ഹുവൽ അലമു ഫിൽ ഇസ്തിഖാമത്തി വൽ മശ്ഹൂദു ലഹു ബിൽ ഇസ്തിവാഇ. ഒരു ത്വരീഖ് മുസ്തഖീമാണോ സിറാത്ത് മുസ്തഖീമാണോ അല്ലയോ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കണം? അള്ളാഹു അതിന് മനുഷ്യന് ഒരു അടയാളം വെച്ച് തന്നു. അള്ളാഹു അതിനൊരു അടയാളം, ഹുവൽ അലം, ഒരു അടയാളം വെച്ച് തന്നു. ഈ കഴിഞ്ഞു പോയ ആളുകളുണ്ടല്ലോ, നേരത്തെ എണ്ണപ്പെട്ട ആളുകൾ, അവര് പോയ വഴിയിലാണോ നീ ഉള്ളത്? അവരെ മുന്നിൽ നടന്നുപോയവരെ നോക്കിയും കൊണ്ട് അവർ പോയ വഴിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നീ പോകുന്നത്? എന്നാൽ അത് നിന്റെ ത്വരീഖ് മുസ്തഖീമാണ് എന്നതിൻ്റെ അടയാളമാണ്. ആ ത്വരീഖ് മുസ്തഖീമാണ് എന്നതിൻ്റെ അടയാളമാണ്. വൽ മശ്ഹൂദു ലഹു ബിൽ ഇസ്തിവാ, മുസ്തവിയായ ശരിയായ മാർഗം എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ ആ ത്വരീഖ് അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ മാർഗമാണെങ്കിൽ അത് ഇസ്തിവാഇന്റെ മാർഗമാണ് എന്നതിനെ അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഈ സിറാത്തുൽ മുസ്തഖീം അതില് അല്ലാഹുവേ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ, അല്ലെങ്കിൽ അതിലേക്ക് അതിന്റെ ഉയർന്ന ദറജാത്തുകൾ എനിക്ക് നീ ഏറ്റി തരണമേ. ഇതൊക്കെയാണ് ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് ഹക്ക്, അത് മാത്രമാണ് ഹക്ക്. അതിൽ ഒരു അവ്യക്തതയും ഇല്ല, ഉണ്ടാവാൻ പാടില്ല. എല്ലാ മാർഗവും ഹക്കാവാം, അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളിലും ശരിയുമുണ്ട് തെറ്റുണ്ട്, അങ്ങനെ ഒന്നില്ല. ഏതും സ്വീകരിക്കാം. അവര് പറയുന്നതും ശരി തന്നെ, ഇവര് പറയുന്നതും ശരി തന്നെ. ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ശരിയാണ്, അങ്ങനല്ല, അങ്ങനല്ല. ഇവിടെ വരുന്നവരാരും താൻ പറയുന്നത് ശരിയല്ല എന്നാരെങ്കിലും പറയോ? പിന്നെ അവർക്ക് മാർക്കറ്റില്ലല്ലോ, ഇല്ല. ആരെന്ത് പറഞ്ഞു വന്നാലും അവരൊക്കെ എന്തെന്നാ പറയുക? അവൻ പറയുന്നതാണ് ശരി, സിറാത്തുൽ മുസ്തഖീം. അവൻ പറയുന്നതാണ് പരിശുദ്ധ ഖുർആൻ, അവൻ പറയുന്നതാണ് തിരുസുന്നത്ത് എന്നെ പറയുള്ളൂ. ആരും താൻ പറയുന്നത് ശരിയല്ല, വിവരമില്ലാത്തതാണെന്ന് ആരും പറയില്ല. അപ്പൊ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഇപ്പൊ ശരി എന്നൊരു അവ്യക്തത ഉണ്ടാവുകയാണ്. ഇത് അല്ലാഹു തആല നീക്കുകയാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ ആ ചെയ്തത്. അതാണ് കേട്ടോ, നീ അങ്ങോട്ട് നോക്കിക്കോ. ആ സ്വാലിഹീങ്ങളും ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ കണ്ട ആ പോയ ആ വഴിയുണ്ടല്ലോ, അവരെ നോക്കി ഇങ്ങനെ പോയിക്കോ. അതാണ് അല്ലാഹു തആല അവിടെ അടയാളപ്പെടുത്തിയത്, അതാണ് അടയാളപ്പെടുത്തിയത്. അത് കൃത്യമാണ്, വളരെ ഗൗരവമേറിയതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അവർ തഫ്സീറുകളൊക്കെ നോക്കിയാൽ കാണാം. ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? അത് ഇസ്ലാമാണ്, അത് ഈമാനാണ്, അത് ഖുർആനിന്റെ മാർഗമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. ഒക്കെ ഒന്ന് തന്നെ, വ്യത്യസ്ത വാക്കുകളാണെന്ന് മാത്രം. ഇനി നീ എന്ത് ചെയ്യണം? ഖുർആനിന്റെ മാർഗമാണ് ഈ സിറാത്തുൽ മുസ്തഖീം. നീ എന്ത് ചെയ്യണം? ഖുർആൻ നോക്കിക്കോ. ഖുർആനിന്റെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. നീ എന്ത് ചെയ്യണം? ഖുർആൻ നോക്കിക്കോ. അപ്പൊ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോ വിവിധങ്ങളായ മാർഗക്കാർ ഇവിടെ ഉണ്ടാകുമ്പോ ഒരു സാധാരണ മനുഷ്യൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിന്റെ മാർഗമാണ്. അപ്പൊ നീ എന്ത് ചെയ്യണം? ഖുർആൻ മറിച്ച് നോക്കിക്കോ. അങ്ങനെ ഖുർആൻ മറിച്ച് നോക്കി. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? കുറെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവൻ അതിന്റെ പിന്നാലെ പോയി. വേറൊരുത്തൻ ഖുർആൻ മറിച്ച് നോക്കിയപ്പോഴോ
അവർക്ക് വേറെ ചിലത് മനസ്സിലായി. അപ്പൊ അവരതിൻ്റെ പിന്നാലെ പോയി. ഇതിലേക്കാണോ ജനങ്ങൾ ക്ഷണിക്കേണ്ടത്? ഇതിലേക്കല്ലേ ഇവിടെ പിഴച്ച കക്ഷികൾ ഒക്കെയും ആളുകളെ ക്ഷണിക്കുന്നതിലേക്കല്ലേ? മനുഷ്യൻ എന്ത് ചെയ്യണം? ഖുർആനിന്റെ പരിഭാഷകൾ വാങ്ങാൻ എമ്പാടും ലഭ്യമാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഈ പരിഭാഷ വായിച്ച് നീ എന്ത് ചെയ്യണം? നിന്റെ ദീൻ കണ്ടെത്തണം എന്നതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. ആരാണ് എന്നൊന്നും ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇതിലേക്ക് ക്ഷണിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അടയാളപ്പെടുത്തിയത് അതാണോ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന്റെ ശേഷം ആ സിറാത്തുൽ മുസ്തഖീം ഏതെന്ന് വ്യക്തമാക്കാൻ അല്ലാഹു അവിടെ നിശ്ചയിച്ച മാർഗമെന്ത്? അല്ലാഹു അവിടെ തെരഞ്ഞെടുത്ത മാർഗം എന്താണ്? പരിഭാഷ വായിച്ചോ, ഖുർആൻ മറിച്ചു നോക്കിക്കോ, കിതാബ് നോക്കിക്കോ എന്നാണോ? ആണോ? അല്ല. അല്ലാഹു അവിടെ നിശ്ചയിച്ചു തന്നത് അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, വസ്സാലിഹീന, സ്വാലിഹീങ്ങളും അവരെ നോക്കി അങ്ങോട്ട് പോയിക്കോ. എന്നാ നീ സിറാത്തുൽ മുസ്തഖീമിലാണ്. അതല്ലേ പറഞ്ഞത്? അല്ലാഹു നിശ്ചയിച്ചത് അങ്ങനെയാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ, ഈ ഖുർആനിന്റെ ഉടമസ്ഥനായ റബ്ബ് അതാണ് മാർഗമായി നിശ്ചയിച്ചത്. അതിന് ബദലായി മാർഗം നിശ്ചയിക്കുന്നവൻ ജനങ്ങളെ പിഴപ്പിക്കുന്നവനാണ്. അല്ലാഹു നിശ്ചയിച്ചതിനെ തിരുത്തുന്നവനാണ്. അവൻ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നവനാണ്. എന്താ സംശയം? ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പേരിൽ നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് ഒരാൾ ഇറങ്ങി വന്നു. അയാൾ എന്തു പറഞ്ഞു? നമസ്കാരം 3 വഖത്താണ് അല്ലേ? ഇത് നമ്മുടെ നാട്ടിലുണ്ടായില്ലേ? ഉണ്ടായി. ഇയാളുടെ പാർട്ടിയുടെ പേരെന്താണ്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. മാഷാ അല്ലാഹ് അല്ലേ? ഖുർആൻ സുന്നത്തിന്റെ പേരിലാണ് ഏത് ഈ പറയുന്നത്. അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. നഹാറിന്റെ 2 തൊർഫുകളിലും രാത്രി സമയങ്ങളിലും എന്താക്കണം? നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. ഇത് ഖുർആനിനെ മനസ്സിലാക്കാൻ ഇയാൾ ഖുർആനിനെ തന്നെ തുറന്നു നോക്കി. വേറെ മാർഗമൊന്നും അയാൾ അവലംബിച്ചില്ല. അല്ലാഹു അതിന് നിശ്ചയിച്ചൊരു മാർഗമുണ്ട് അവിടെ. അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി എന്ന് പറയുന്ന ആയത്ത് ഇന്നലെ അങ്ങോട്ട് ഇറങ്ങിയതല്ല. അത് 1400 കൊല്ലം മുമ്പ് അവതരിപ്പിച്ചപ്പെട്ട ഒരായത്താണ്. ആ ആയത്തിന് അതിൻ്റെതായ ഒരു യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും അർത്ഥവും ആശയവും ഒക്കെ ഉണ്ട്. അതെങ്ങനെ കിട്ടും? അതാ നോക്കിക്കോ. നിന്റെ മുന്നേ ഈ ആയത്ത് കൊണ്ട് ജീവിച്ച് പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ കുറെ ആളുകൾ ഈ ആയത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിക്കോ, അവരൊക്കെ എങ്ങനെയാ ചെയ്തത്? അത് തന്നെയാണ് ഇപ്പൊ ആയത്തിന്റെ ഇന്നും അർത്ഥം, ഉദ്ദേശം. അലാമ അലൈഹി അമലു അഹ്ലിൽ ഇസ്ലാമി മിമ്മാ തലഖഹു ഖലഫൻ അൻ സലഫിൻ ഖർനം ബഅദ ഖർനിൻ. തലമുറകളായി മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾക്ക് കൈമാറി കിട്ടിയ ഒരാശയം അതിനുണ്ട്. അതന്നെ അതിന്റെ അർത്ഥം ഇന്നും. അതിൽ നിന്ന് വ്യതിചലിച്ച് ഒരുത്തൻ ഖുർആനിനെ മനസ്സിലാക്കാൻ നേരിട്ട് ഖുർആനിലേക്ക് കൊളത്തിയപ്പോൾ അവൻ എന്ത് കിട്ടി? നമസ്കാരം 3 ഉള്ളൂ എന്ന് കിട്ടി. അതിന്റെ പേരെന്താ? ഖുർആൻ സുന്നത്ത് എന്നാണ് പേര് താനും. ഇത് കണ്ണിന്റെ മുന്നിൽ പച്ചയായി നമുക്കൊക്കെ കാണാൻ കഴിയുന്ന വസ്തുതല്ലേ? ഇത് തന്നെയല്ലേ ആരുടെയും അവസ്ഥ? ഇത് അപകടമാണ്. ഇതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തി തന്നത്. അത് മുൻഗാമികളായ മഹാത്മാക്കളുടെ മാർഗമാണ്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. വഹാദിഹിൽ ഉമ്മത്തു അയ്ദൻ ഇഖ്തലഫു ഫീമാ ബൈനഹും വലാ നിഹലിം. ഈ ഉമ്മത്തും ഒരുപാട് വിഭാഗങ്ങളായി വേർപിരിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം സംഭവിച്ചിട്ടുണ്ട്. കുല്ലുഹാ ദലാലത്തുൻ, ഒക്കെ പിഴച്ചതാണ്. ഇല്ലാ വാഹിദത്തൻ, ഒരെണ്ണമൊഴികെ. അതാരാണത്?
വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഒരു വിഭാഗമല്ലാതെ സർവ്വ വിഭാഗങ്ങളും പിഴച്ചു പോയതാണ്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? അൽ മുതമസ്സികൂന ബികിതാബില്ലാഹി തആല വബിസുന്നത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിമാ കാന അലൈഹി الصدറുൽ അവ്വലു മിനസ് സ്വഹാബത്തി വത്താബിഈന വഅയിമ്മത്തിൽ മുസ്ലിമീൻ. ഇമാം ഇബ്നു കസീർ സൂറത്തുർ റൂമിന്റെ തഫ്സീറിൽ ഇത് പറഞ്ഞത് കാണാം. അഖിമിസ്സല വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീറിന്റെ ഇബാറത്താണത്. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? വളരെ വ്യക്തമായി മഹാനവറുകൾ പറയുന്നു, അൽ മുതമസ്സികൂന ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പ്രമാണമായി അംഗീകരിക്കണം. അതില്ലെങ്കിൽ പിന്നെ പുറത്തന്നെ. വബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും. അവർ ഖുർആൻ മാത്രം പ്രമാണമെന്ന് പറയുന്നവരായിരിക്കും. അവരെ അവർ അഹ്ലുസുന്നത്തിന്റെ ഗണത്തിൽ പെടുകയില്ല. വബിമാ കാന അലൈഹി الصدറുൽ അവ്വലു മിനസ് സ്വഹാബത്തി വത്താബിഈൻ. സദറുൽ അവ്വൽ സഹാബത്തും താബിഈങ്ങളും നിലനിന്നു പോകുന്നതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. വഅയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഇമാമുകൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ ഇമാമുമാർ, അവരെന്തൊക്കെ അവിടെ പഠിപ്പിച്ചത് അതനുസരിച്ച് നിലനിൽക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്താ സംശയം? എന്താ അവ്യക്തത? അത് മാത്രമാണ് സിറാത്തുൽ മുസ്തഖീം. അല്ലാത്തതൊക്കെയും കുല്ലുഹാ ളലാലത്തും പിഴച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ഈ വസ്തുത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം പറയുന്നു, ഇതാണ് എന്റെ മുസ്തഖീമായ സിറാത്ത്, ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുല, മറ്റ് മാർഗങ്ങളെ പിൻപറ്റാൻ പാടില്ല. രണ്ടും പറഞ്ഞു, സിറാത്തുൽ മുസ്തഖീമിനെ പിൻപറ്റണം, മറ്റ് മാർഗങ്ങളെ പിൻപറ്റാൻ പാടില്ല, നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ മറ്റ് മാർഗങ്ങളെ പിൻപറ്റാൻ പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ സബീലിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകും, വിട്ടുപിരിഞ്ഞു പോകും. അല്ലാഹുവിന്റെ മാർഗത്തിലാവുകയില്ല നിങ്ങൾ. ദാലികും വസ്വാകും ബിഹി, ഇതാണ് അല്ലാഹു നിങ്ങളോട് ചെയ്യുന്ന വസിയ്യത്ത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവുകയാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. അപ്പോൾ കൃത്യമായി അല്ലാഹു തആല അവിടെ സിറാത്തുൽ മുസ്തഖീം പിൻപറ്റണമെന്നും അല്ലാത്ത മറ്റു മാർഗങ്ങളെ ഒരു നിലക്കും പിൻപറ്റി പോവരുത്, അത് നിങ്ങൾ പിഴച്ചു പോവാൻ കാരണമാണ് എന്ന് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഹത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ വിരൽ കൊണ്ട് ഒരു വരങ്ങനെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. സുമ്മ ഖത്ത അൻ യമീനിഹി വശിമാലിഹി, പിന്നെ ഈ വരന്റെ അപ്പുറവും ഇപ്പുറവും എന്ത് ചെയ്തു? വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലു ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താനുൻ, ഈ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ഈ മാർഗങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്ന് ഒരൊറ്റ മാർഗവുമില്ല, ഇല്ല അലൈഹി ശൈത്താനുൻ, അതിന്മേലൊക്കെ ഓരോ ശൈത്താൻ ഉണ്ടായിരിക്കും. ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ അപ്പുറവും ഇപ്പുറം നിൽക്കുന്ന ഓരോ മാർഗവും ശൈത്താന്റെ മാർഗമാണ്, ശൈത്താന്റെ മാർഗമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ തല ഹാദിഹിൽ ആയ, ഈ പറഞ്ഞ ആയത്ത് ഓതുകയും ചെയ്തു. അപ്പോൾ ഈ ആയത്തിന്റെ തഫ്സീറാണ് പറഞ്ഞത്. വേറെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ളറബല്ലാഹു മസലൻ സിറാത്തൻ മുസ്തഖീമാ, സിറാത്തുൽ മുസ്തഖീമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ നിശ്ചയിച്ചിരിക്കുന്നു. വഅലാ ജംബതൈ സിറാത്തി സൂറാനി, ഈ സിറാത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് അതിർത്തികളുണ്ട്, അതിർവരമ്പുകളുണ്ട്. ഫീഹിമ അബ്വാബുൻ മുഫത്തഹത്തുൻ, ഈ
രണ്ട് വരമ്പുകളുടെയുമായി കുറേ കവാടങ്ങളുണ്ട്, വാതിലുകളുണ്ട്. അവ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അലൈഹാ സുതൂറുൻ മുർഖാത്തുൻ, ആ വാതിലിന്മേലൊക്കെയും ഇതേപോലെ കർട്ടനിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, നിർത്തിയിട്ട് കിടക്കുകയാണ്. മറകൾ ഇങ്ങനെ ഈ വാതിൽ തുറക്കപ്പെട്ട് അതുമ്പിൽ ഇങ്ങനെ കർട്ടൻ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. ഈ സിറാത്ത്, നേരത്തെ പറഞ്ഞ സിറാത്ത് ഉണ്ടല്ലോ, ആ സിറാത്തിന്റെ കവാടമുണ്ട്. ആ കവാടത്തിന്മേൽ ഒരു പ്രബോധകൻ നിൽക്കുന്നു, ഒരു ദായി നിൽക്കുന്നു. യഖൂലു അയ്യുഹന്നാസ് ഉദ്ഖുലു സിറാത്തുൽ മുസ്തഖീമ ജമിഅ, എല്ലാവരും ഈ മാർഗത്തിൽ പ്രവേശിക്കൂ, ഈ മാർഗത്തിൽ പ്രവേശിക്കുന്നു എന്ന ആ പ്രബോധകൻ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വമിൻ ജൗഫിസ് സിറാത്തി വദാഇൻ മിൻ ജൗഫിസ് സിറാത്ത്, ആ സിറാത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു പ്രബോധകൻ വേറെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ സിറാത്തുൽ മുസ്തഖീമിന് രണ്ട് ദായിയുണ്ട്, ഒന്നതിന്റെ കവാടത്തിലുണ്ട്, ഒന്നതിന്റെ ഉള്ളിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു, ഫൈദാ അറാദ ഇൻസാനുൻ അൻ യഫ്തഹ ബാബൻ മിൻ തിൽകൽ അബ്വാബ്, സിറാത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായി നിൽക്കുന്ന ആ കവാടങ്ങൾ, വാതിലുകൾ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തുറക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഖാല, ഈ പ്രബോധകൻ പറയും, വൈഹക ലാ തഫ്തഹു, അത് തുറക്കണ്ടോ, അത് തുറക്കണ്ട. ഫഇന്നക ഇൻ തഫ്തഹു തലിജുഹു, അത് തുറന്നാൽ നീ അതിലേക്ക് കടന്നു പോകും, അത് നിന്റെ നാശത്തിന് കാരണമാകും, അത് നിന്റെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് നീ ഈ മാർഗത്തിൽ മാത്രം പ്രവേശിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ശ്രമിക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശദീകരിച്ചു. അസ്സിറാത്തു വൽ ഇസ്ലാമു, ആദ്യം പറഞ്ഞ ആ സിറാത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അതിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് വിളിക്കുന്നത് കിതാബുല്ലാഹി, അല്ലാഹുവിന്റെ കിതാബാണ്. അതിന്റെ അകത്തളത്തിൽ നിന്ന് വിളിക്കുന്നത് ആ രണ്ട് ഭാഗങ്ങളിലും, ആ സിറാത്തിന്റെ രണ്ട് ഭാഗങ്ങളിലുള്ള കവാടങ്ങൾ, അതായത് ആ അതിർവരമ്പ് അല്ലാഹുവിന്റെ ഹുദൂദുകളാണ്. അതിന്റെ കവാടങ്ങൾ അല്ലാഹുവിന്റെ മഹാരിമുകളാണ്, അതിലേക്ക് കടക്കാൻ പോകരുത്. എന്നിട്ട് പറഞ്ഞു, അതിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നത് ലാ ഇലാഹി ഫീ ജൗഫിക ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും മനസ്സിൽ നിന്നൊരു വിളിയുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ, തെറ്റായ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈമാൻ അവിടെ ഉണ്ടെങ്കിൽ ഉള്ളിൽ നിന്നൊരു വിളി വരും, വേണ്ടട്ടോ. അതാണത്. അങ്ങനെ പല തരത്തിലായി പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ സിറാത്തുൽ മുസ്തഖീമിനെ നമുക്ക് കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന മാർഗങ്ങളൊക്കെയും ശൈത്താന്റെ മാർഗമാണ്, അതൊക്കെയും പിഴച്ചതാണ്. അതിൽ നിന്ന് ചിലതൊക്കെ ശരി, അല്ലെങ്കിൽ അതിൽ എല്ലാത്തിലും ചില ശരികൾ ഉണ്ട് എന്ന തെറ്റായ ധാരണ അപകടത്തിലേക്കുള്ളതാണ്. അങ്ങനെ ഒന്നില്ല. സിറാത്തുൽ മുസ്തഖീം അതൊന്നു തന്നെയാണ്. അതെന്താണ് പറയുന്നത്? അപ്പോൾ നമുക്ക് പല സംശയങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പല സംശയങ്ങൾ ഇത് പറയുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആ പറയുന്നത് പരിശുദ്ധ ദീനിന് അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്, അതിൻ്റെ ആരാധനാ കർമ്മങ്ങളുണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്, മറ്റ് അതിൻ്റെതായ നിലപാടുകളും വിശദീകരണങ്ങളുമുണ്ട്. ഇതെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസകാര്യങ്ങളിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നമ്മുടെ ആരാധനകളിലെ അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ നിയമങ്ങളിലെ അടിസ്ഥാനപരമായ നിയമങ്ങൾ, ഇതൊക്കെയും കൃത്യമാണ്, വളരെ വ്യക്തവുമാണ്. അതിലൊന്നും ആരുടെയും ഗവേഷണത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ, അതിൽ ഗവേഷണത്തിൻ്റെ വകുപ്പില്ല. ഗവേഷണം കൊണ്ട് കിട്ടിയാൽ മതിയാവുകയുമില്ല. നമ്മുടെ അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങൾ, അതിലും ഗവേഷണത്തിൻ്റെ വകുപ്പില്ല, അതൊക്കെ കൃത്യമാണ്. അടിസ്ഥാനപരമായ നിയമങ്ങളും അതിലും ഗവേഷണമില്ല, അതൊക്കെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
പിന്നീട് വ്യക്തമായി വരാത്ത നിയമങ്ങളുണ്ടാവും. ഇവിടെ ഇപ്പോൾ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിയമങ്ങളുടെ ആവശ്യം ഉണ്ടാവും, അല്ലേ? നിയമങ്ങൾ ആവശ്യമാണ്. ആ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ നിയമങ്ങളിലും ഖുർആനിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? പറഞ്ഞൂടെ? അള്ളാഹ്ക്ക് പറഞ്ഞൂടെ? പറയാം. അത് പറയാൻ നിന്നാലോ അവസാനിക്കോ? എന്തൊരു ഖുർആനായിരിക്കും അത് അവസാനിക്കോ? ഇല്ല, സാധിക്കില്ല. മനുഷ്യനത് സാധ്യമല്ല. അപ്പൊ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്തത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്തത്, ആവശ്യമുള്ളത് വ്യക്തമായി പറഞ്ഞു. അടിസ്ഥാന നിയമങ്ങളൊക്കെ പറഞ്ഞു. ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടില്ല. അതെന്തേ? അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള വകുപ്പുകൾ, അതിനുള്ള വകകൾ എന്ത് ചെയ്തു? അതിൽ നിശ്ചയിച്ചു തന്നു. മനസ്സിലാക്കുമ്പോൾ, യോഗ്യരായ ആളുകൾ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തുണ്ടാവാം? വ്യത്യസ്ത സ്ഥലത്തിൽ മനസ്സിലാക്കാം. അതിൽ വിരോധമില്ല. അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അത് വ്യക്തമായി തന്നെ പഠിപ്പിച്ചു. അപ്രകാരം തന്നെ അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങളും വ്യക്തമായി നസ്സായി തന്നെ പഠിപ്പിച്ചു. അപ്രകാരം അടിസ്ഥാനപരമായ നിയമങ്ങളും നസ്സായി തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അതിൽ ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വ്യത്യസ്ത മാർഗങ്ങൾക്കോ വകുപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. അടിസ്ഥാനപരമായ ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നമ്മെ എപ്പോ എത്ര എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇനി അതിൽ ഒരാൾ ഗവേഷണം നടത്തിയിട്ട് 5 ഉണ്ടോ 3 ഉണ്ടോ 4 ഉണ്ടോ എന്ന ഗവേഷണത്തിന് അതില്ല, യാതൊരു വകയുമില്ല. ആരെങ്കിലും അങ്ങനെ ഒരു ഗവേഷണവുമായി കൊണ്ടുവന്നാൽ അതിനെ തള്ളപ്പെടുകയും ചെയ്യും. എന്നാൽ ഏറ്റവും മുഖ്യമായ ഇസ്ലാമിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? തൗഹീദാണ്. അത് വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ബാക്കി ഇസ്ലാമിൻ്റെ സർവകാര്യങ്ങളും ഈ തൗഹീദിന് വേണ്ടി ഉള്ളതുമാണ്. അപ്പോ ഈ തൗഹീദിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കണം, അല്ലേ? അതിലൊരു അവ്യക്തത ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൽ കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് ഏതന്നെയാണ്? തൗഹീദാണ്. അത് കൃത്യമായി നമ്മെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരവ്യക്തതയുമില്ലാതെ പഠിപ്പിക്കപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് പഠിച്ചെടുത്തു. സഹാബത്തിന് ശേഷം തലമുറകളായി മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരുന്ന ഒരു തൗഹീദുണ്ട്. ആ തൗഹീദ് തന്നെയാണ് ഇനി ഖിയാമത്ത് നാൾ വരെ. അല്ല, അതിൻ്റെ മുമ്പും അങ്ങനെ തന്നെയാണ്. തൗഹീദ് എന്നും ഒന്ന് തന്നെയാണ്. തൗഹീദിലേതില്ല? തിരുത്തലുകളില്ല, ഉണ്ടാവാൻ പാടില്ല. കാരണം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തുമായി ബന്ധിക്കുന്ന വിഷയമാണേത്? തൗഹീദ്. അള്ളാഹുവിൻ്റെ ദാത്തിനോ സിഫാത്തിനോ വല്ല വ്യത്യാസം വരുമോ? വന്നാൽ അത് അള്ളാഹു ആവോ? വ്യത്യാസം വരുന്നത് അള്ളാഹു തആലയാവോ? ഇല്ല. അപ്പൊ ഒരിക്കലും അതിന് വ്യത്യാസം വരില്ല, വരാൻ പാടില്ല. എങ്കിൽ തൗഹീദിലേതില്ല? ഒരിക്കലും തിരുത്തലുകൾ ഇല്ല. ഇത് കൃത്യമാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ആദം അലൈഹിസ്സലാം മുതൽക്ക് എന്താണോ തൗഹീദായി ഇവിടെ പഠിപ്പിക്കപ്പെട്ടത് അത് തന്നെയാണ് ഖിയാമത്ത് നാൾ വരെയുള്ള തൗഹീദ്. യാതൊരു മാറ്റവുമില്ല. അതാണ് അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീ. അത് നിങ്ങൾ കൃത്യമായി ഇഖാമത്ത് ചെയ്യണം. അതിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. ഒരു കാലത്ത് ഒരു നബിക്ക് ഒരു തൗഹീദ്, പിൽക്കാലത്ത് വേറെ നബിക്ക് വേറെ തൗഹീദ്. അങ്ങനെ ഉണ്ടോ? ഉണ്ടാവാൻ പറ്റുമോ? സാധ്യമല്ല, ഇല്ല. അതാണ് ഇവിടെ കൈമാറപ്പെട്ട തൗഹീദ്.
അതാണ് സഹാബത്തോടെ മനസ്സിലാക്കിയത്, ഉമ്മത്തിന് കൈമാറിക്കൊടുത്തത്. പക്ഷേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വിഭാഗം പുറപ്പെട്ടു. സമൂഹത്തിൽ ആദ്യമായി ഭിന്നിപ്പുണ്ടാവുകയാണ്. ഈ പറഞ്ഞ പിഴച്ച വിഭാഗം എന്ന ഗണത്തിൽപ്പെടുന്ന ആദ്യത്തെ വിഭാഗം സമൂഹത്തിൽ പുറപ്പെടുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുണ്ടായ പ്രശ്നത്തിൽ മസ്ലഹത്തിന് വേണ്ടി ചർച്ച നടത്തി മസ്ലഹത്ത് തീരുമാനിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? രണ്ടാളുകളെ നിശ്ചയിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും മസ്ലഹത്തിന് നിശ്ചയിച്ചു. രണ്ട് വിഭാഗത്തിനുമിടയിൽ ഇവർ ചർച്ച നടത്തി ഒരു മസ്ലഹത്ത് തീരുമാനം പറയുകയും ആ തീരുമാനപ്രകാരം യുദ്ധം അവസാനിപ്പിക്കുകയും മസ്ലഹത്താവുകയും ചെയ്യുക എന്നതാണ് ഇരു വിഭാഗവും അംഗീകരിച്ചത്. അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. ഈ പ്രഖ്യാപനം വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ, അവരെ സംബന്ധിച്ച് അൽ ഖുർആൻ പണ്ഡിതന്മാർ എന്നാണ് പറയപ്പെടാറുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ് അവരുണ്ടായിരുന്നത്. അൽ ഖുർആൻ പണ്ഡിതന്മാർ എന്ന അഡ്രസ്സിൽ അറിയപ്പെടുന്ന ചില ആളുകൾ അവിടെ വിഘടിച്ചു. അവർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് അശ്റക്ത യാ അലിയു ഫീ ദീനില്ലാഹി റിജാൽ, അലിയെ നിങ്ങൾ ശിർക്ക് ചെയ്തിരിക്കുന്നു. ആരോട്? സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ശിർക്ക് ചെയ്തിരിക്കുന്നു. എന്താണ് കാരണം? നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ വിധി പറയാൻ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചില്ലേ? ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. വിധി കൽപ്പിക്കാനുള്ള അർഹത ആർക്ക് മാത്രമുള്ളതാണ്? അല്ലാഹുവിന് മാത്രമുള്ള. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് ഖുർആനിൽ കാണാം. വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടത് നിങ്ങൾ ആർക്ക് വകവെച്ചു കൊടുത്തു? അബൂ മൂസൽ അശ്അരിക്ക് വകവെച്ചു കൊടുത്തു. നിങ്ങൾ ശിർക്ക് ചെയ്തു. അങ്ങനുണ്ട് ശിർക്ക് കൊണ്ടുവന്ന വഴി നോക്കുക. എന്താ അടിസ്ഥാനവാദം? അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ആദ്യമായി മുസ്ലിം ഉമ്മത്തിൽ പിഴച്ച ഒരു വിഭാഗം പൊട്ടിപ്പുറപ്പെടുകയാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു വിഭാഗമല്ലാത്ത ബാക്കി മുഴുവനും പിഴച്ചതാണ്. അലൈഹ ശൈത്താനുൻ, അവിടെ ശൈത്താനുണ്ട്, അതൊക്കെ ശൈത്താന്റെ മാർഗമാണ് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ തുടക്കമാണ് ഈ കാണുന്നത്. ആദ്യമായി അവർ ആരോപിച്ചത് എന്തെന്നാണ്? ശിർക്ക് ആരോപണമാണ്. ആർക്ക് നേരെ? അലി റളിയല്ലാഹു അൻഹുവിന് നേരെ. അലി റളിയല്ലാഹു അൻഹുവിന് നേരെ മാത്രമല്ല, രണ്ട് വിഭാഗവും അവരവരുടേതായ മസ്ലഹത്തിന് വിധികർത്താക്കളെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള പ്രഗൽഭരായ സഹാബിമാർ മുഴുവനും ശിർക്ക് ചെയ്തു. അപ്പുറത്ത് മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള സഹാബിമാര് അവരും ആളെ നിശ്ചയിച്ചിട്ടുണ്ട്, അവരും ശിർക്ക് ചെയ്തു. അപ്പോ അക്കാലഘട്ടത്തുള്ള സഹാബത്ത്, പ്രഗൽഭരായ സഹാബിമാരടക്കമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ശിർക്ക് ചെയ്തിരിക്കുന്നു. ഒക്കെ മുശ്രിക്, ഒക്കെ ശിർക്ക് ചെയ്തു. തൗഹീദ് തിരിഞ്ഞിട്ടില്ല. ഇതുണ്ടായില്ലെവിടെ? അലി റളിയല്ലാഹു അൻഹുവിനും സഹാബിമാർക്കും തൗഹീദ് തിരിഞ്ഞില്ല.
നിങ്ങൾ തൗഹീദ് കൈവിട്ടിരിക്കുന്നു, നിങ്ങൾ ശിർക്ക് ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവരോതി. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. എല്ലാ അമ്പിയാക്കൾക്കുമുള്ള വഹയാണ്, ശിർക്ക് ചെയ്താൽ അമൽ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തുകൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നേരെ നോക്കി ശിർക്ക് ആരോപിക്കുന്നവർ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആയത്തുകൾ പലതും അന്ന് മുസ്ലിം ഉമ്മത്തിന് നേരെ നോക്കി ശിർക്ക് ആരോപിച്ചവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഓതി. ഇല്ലേ? ഇതോടെ സംഭവിച്ചില്ലേ? അലി റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ നാനാഭാഗത്ത് നിന്ന് വരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, നിങ്ങൾ ശിർക്ക് ചെയ്തു പോയി എന്ന് വിളിച്ചു പറയും. ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന് പറയും. അലി റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ മലർത്തിയും കൊണ്ട് പറയുമായിരുന്നു, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. വിധി കൽപ്പിക്കാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമാണ്, അതിലാർക്കും അവിടെ തർക്കമില്ല. വിധി കൽപ്പിക്കാനുള്ള അർഹത ആർക്ക് തന്നെയാണ്? ആത്യന്തികമായ അല്ലാഹുവിന് മാത്രമുള്ളത് തന്നെയാണ്. അത് ഹക്കാണ്. പക്ഷെ അതിനെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഇവരുടെ ബാത്തിലിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് ആ പറയുന്നത് എന്ന തിരിച്ചറിവില്ലാതെയാണ്. ആരാധന അല്ലാഹുവിന് മാത്രം, ഇവിടെ ആർക്കാ തർക്കമുള്ളത്? ആരാധന അല്ലാഹുവിന് മാത്രം അർഹതപ്പെട്ടതല്ല, ആർക്കാ തർക്കമുള്ളത്? പക്ഷെ അത് എപ്പോഴാണ് മറ്റുള്ളവർക്ക് അർപ്പിക്കാതിരിക്കുന്നത് എന്ന തിരിച്ചറിവില്ല. അതുകൊണ്ട് ഉമ്മത്തിന് നേരെ നോക്കി ശിർക്ക് ആരോപിക്കുന്നു. അതന്ന് തുടങ്ങി വെച്ചു. ഞാൻ ചരിത്രം നീട്ടി പറയുന്നില്ല, സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയം ഗഹനമായി പഠിക്കണം. പണ്ഡിതന്മാർ ധാരാളം ആളുകൾ ഇവിടല്ലേ. ആ താരീഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കെടുത്ത് നോക്കിയാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാണുക. ഇന്ന് എന്തൊക്കെയാണോ ഈ പുതിയ തൗഹീദ് കൊണ്ടുവന്ന ആളുകൾ, ഈ മുസ്ലിം ഉമ്മത്തിന് നേരെ ശിർക്ക് ആരോപിക്കുന്ന ആളുകൾ എന്തൊക്കെ അടിസ്ഥാന കാരണങ്ങൾ പറയുന്നു, ആ കാരണങ്ങൾ അടിസ്ഥാനപരമായി അന്ന് പറയപ്പെട്ടതാണ്. അതിൻ്റെയും ഇതിൻ്റെയും അസുലുകൾ ഒന്നാണ്, ഒരേ വാദമായിരിക്കും. വാക്കുകളിലോ ചില വിഷയങ്ങളിലോ ഉള്ള വ്യത്യാസം ഉണ്ടാകൂ, അടിസ്ഥാനം ഒന്നായിരിക്കും. അത് ഈ പറയുന്ന ഖവാരിജുകളാവട്ടെ, പിൽക്കാലത്ത് മുഅ്തസിലത്ത് വന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ യാഖൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാർക്ക് നേരെ ശിർക്ക് ആരോപിച്ചു, ജയിലിൽ അടച്ചു, അടിച്ചടിച്ച് ബോധം നഷ്ടപ്പെടുന്നത് വരെ അടിച്ച് പീഡിപ്പിക്കുകയും ചെയ്തു. ഇവരും ഇവിടെ ഉന്നയിച്ചത് അടിസ്ഥാനപരമായി ഇതേ വാദത്തിന്റെ ആവർത്തനമാണ്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു, ശിർക്കാണ് ആരോപിച്ചത്. അതിൻ്റെ ആവർത്തനമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കൈമാറി കിട്ടിയ ഒരു യഥാർത്ഥ തൗഹീദ് ഇവിടുണ്ട്. അതിനെ മാറ്റിത്തിരുത്തി പുതിയ ഒരു തൗഹീദ് ചില ആളുകൾ സ്വന്തം വകയായി ഇറക്കുമതി ചെയ്തു, അവർ കണ്ടെത്തി. അത് അംഗീകരിക്കാത്തവരൊക്കെയും മുശ്രിക്കായി. ഇത് അവരാക്കി ഉണ്ടാക്കിയെടുത്തൊരു തൗഹീദാണ്, അവരായി ഉണ്ടാക്കിയെടുത്തൊരു തൗഹീദാണ്. അടിസ്ഥാനപരമായി നമുക്ക് കൈമാറി കിട്ടിയ തൗഹീദല്ല ഇത്. അതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. അഥവാ ഈ പിഴച്ച കക്ഷികളുടെ ഒക്കെ കൃത്യമായ ഒരു അടയാളം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് നിലപാടല്ല, മറിച്ച് നിലപാട് അവർക്കുണ്ടായിരിക്കും. ആ നിലപാടിനനുസരിച്ച് ഖുർആനിനെയും ഹദീസിനെയും അവർ ദുരുപയോഗം ചെയ്യും, അതിനു വേണ്ടി വക്രീകരിക്കും, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞല്ലോ, കാന അബ്ദുല്ലാഹിബ്നു ഉമർ യറാഹും ശിറാറ ഖൽഖില്ലാ. ഈ ഖവാരിജുകളെ സംബന്ധിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരെന്താ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും വലിയ ശർറന്മാരെന്നാ പറയാറുള്ളത്. അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ പറയാറുണ്ടായിരുന്നു, യറാഹും ശിറാറ ഖൽഖില്ലാ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശർറന്മാരാണ്. എന്താ കാരണം? ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ മുശ്രിക്കീന ഫജഅലൂഹാ ലിൽ മുസ്ലിമീൻ. മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയാത്തുകൾ അവർ വക്രീകരിച്ചു, മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു. ഇതാണെന്ന് പറഞ്ഞത്. അതുതന്നെയാണ് ആവർത്തനം. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് കൈമാറി കിട്ടിപ്പോന്ന അടിസ്ഥാനപരമായ വിശ്വാസവും
അടിസ്ഥാനപരമായ ആരാധനകളും അപ്രകാരമുള്ള വിധിവിലക്കുകളും നിലപാടുകളും അത് അതേ പ്രകാരം തുടരുക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതൊക്കെയും പിഴച്ചതാണ്, അതൊക്കെയും ശൈത്താന്റെ മാർഗമാണ്. അലൈഹാ ശൈത്താനുൻ, ആ മാർഗങ്ങളുടെ മുകളിലൊക്കെ ശൈത്താനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കൃത്യമായി പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് ഒന്നും ഹക്കല്ല, അതിൽ ഒന്നിലും ഹക്ക് ഇല്ല. അതിലും ഇതിലും ഒക്കെ കുറെ സത്യങ്ങളുണ്ട്, കുറെ ശരികളുണ്ട്, അല്ലെങ്കിൽ ചിലത് അതിലൊക്കെ ശരിയാണ് എന്ന ചിന്ത തന്നെ അപകടകരമാണ്. അങ്ങനെ ഒന്നില്ല. അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധവുമാണ്. അതുകൊണ്ട് ഈ പറയുന്ന 73 എന്ന് പറഞ്ഞതിൽ 72 പിഴച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, കുല്ലുഹാ ഫിന്നാർ, ഒക്കെയും നരകത്തിലേക്കാണെന്ന് പഠിപ്പിച്ചെങ്കിൽ, ഒന്നൊഴികെ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ശരി, അതാണ് ഹക്ക്, അതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സഹകരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് എല്ലാവരും എന്താവുക, അള്ളാഹുവിൻ്റെ മുന്നിൽ വിജയിക്കാൻ നോക്കുക, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ നോക്കുക. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിക്കുന്നതിന് പകരം ഒന്നിച്ചാവാൻ നോക്കുക. അത് സാധ്യമല്ല മക്കളെ, ദീനിൽ അത് സാധ്യമല്ല, അതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അത് സാധ്യമല്ല. പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കാൻ ശരിയാക്കാൻ നോക്കിയാൽ നടക്കുമോ? അള്ളാന്റെ റസൂൽ കുല്ലുഹാ ഫിന്നാർ, ഒക്കെ നരകത്തിലാന്നല്ലേ പറഞ്ഞത് ഒന്നൊഴിച്ച്. അപ്പൊ 72 നരകത്തിലാണ് റസൂൽ പറഞ്ഞെങ്കിൽ അത് നരകത്തിൽ തന്നെയാണ്. ഇനി നമ്മൾ ഇവരൊക്കെ കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഇവരൊക്കെ എല്ലാവരും കൂടി സ്വർഗത്തിലേക്ക് കടത്താൻ നോക്കിയാൽ നടക്കുവോ? ഇല്ല. വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മൾ ആരെ പറ്റിക്കണത്? നടക്കാത്തൊരു കാര്യം നമ്മൾ കുറെ സ്വപ്നങ്ങൾ, അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു, അതിനൊരു തിരുത്തുണ്ടോ? ഉണ്ടോ? പിന്നെന്താണ് ഇതിൽ സംശയമുള്ളത്? അതുകൊണ്ട് ഈ ബിദ്അത്തിന്റെ കക്ഷികൾ എല്ലാവരും കൂടി എല്ലാവരിലും നമുക്ക് എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് എല്ലാവരും ഒക്കെ ഒന്നാവുക, എല്ലാവരും അള്ളാന്റെ മുന്നിൽ വിജയിക്കാൻ നോക്കുക, എല്ലാവരും സ്വർഗത്തിലേക്ക് കടക്കുക, അത് ഉണ്ടാവില്ല. അത് സാധ്യമല്ല. നമ്മൾ ആരും കുറ്റപ്പെടുത്താൻ പറയല്ല, നമ്മൾ ആരും കുറ്റപ്പെടുത്താൻ പറയല്ല. ആ ധാരണ തെറ്റാണ്, ആ ധാരണ തെറ്റാണ്, സാധ്യമല്ല. ഒന്നെന്നെ ഹക്കുള്ളൂ എന്ന് അള്ളാന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ ആർക്കും കഴിയില്ലല്ലോ, അതുണ്ടാവില്ല. അപ്പൊ ആ ഒരു മാർഗമുണ്ട്, ആ ഒരു മാർഗമുണ്ട്. ആ മാർഗം ഇവിടെ നിലനിർത്തണം. അതിൽ തിരുത്തലുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ചരിത്രത്തിൽ സംഘടിതമായി ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന പല വിഭാഗങ്ങളും കടന്നു വന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെയും അന്നേറ്റ ആ കാലഘട്ടങ്ങളിലുള്ള ഇരുത്തം വന്ന തിരിച്ചറിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അത് അവരുടെ ബാധ്യതയാണ്. അവിടെ അവർ നിശബ്ദരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അവർ അവരുടെ സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ, ഈ പിന്നീട് തലമുറകൾക്ക് കൈമാറി കിട്ടുന്നത് ഇന്ന് നമുക്ക് കിട്ടിയ യഥാർത്ഥ ദീനാവണമെന്നില്ല. അവർ അതിനു വേണ്ടി ഒരുപാട് സഹിച്ചു, ഒരുപാട് സഹിച്ചു. എത്ര എത്ര സഹാബിമാർ കൊല്ലപ്പെട്ടു പോയി, വലിയ വലിയ പണ്ഡിതന്മാർ എത്ര കൊല്ലപ്പെട്ടു പോയി, മഹാന്മാരായ എത്ര എത്ര പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു പോയി. ഇമാം അബൂ യാക്കൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു ചങ്ങലയിൽ കിടന്നുകൊണ്ട് ജയിലിൽ കിടന്ന് മരിച്ചില്ലേ? ഷാഫി ഇമാം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ചങ്ങലയിൽ കിടന്നിട്ടാ മരിക്കുക എന്ന് പറഞ്ഞു, മൂത്ത് നോക്കിയിട്ട് ഒരിക്കൽ. പിൽക്കാലത്ത് അബൂ യാക്കൂബ് അൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു ചങ്ങലയിൽ കിടന്ന് മരിച്ചു. എന്തിനു വേണ്ടി ഇത് സഹിച്ചു? അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് അടിച്ചടിച്ചടിച്ച്. എങ്ങനെ അടിച്ചു? എങ്ങനെ അടിച്ചു? മുഅ്തസിമ് പറയും അടിക്കുന്നവനോട് ശുദ്ധ ഖത്അ അല്ലാഹു യദക, ഉറക്കടിക്കട എന്ന് പറയും. ഇയാൾ ചാട്ടവാറും കൊണ്ടുവന്ന് അകലെ നിന്ന് ഓടി വന്നടിക്കും, ദൂരെ നിന്ന് ഓടി വന്ന് അടിയുടെ ഊക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അടിക്കും. അങ്ങനെ അടിയുടെ ഊക്ക് കാരണം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ശരീരത്തിൽ നിന്ന് അടി കാരണം ശരീരത്തിൽ നിന്ന് ഇറച്ചികൾ പൊട്ടി പോന്നു.
പിന്നീട് വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോൾ ജീവനറ്റ ഇറച്ചി കഷ്ണങ്ങൾ ശരീരത്തിൽ നിന്ന് മുറിച്ച് കളയേണ്ടി വന്നു. ആ നിലക്ക് സഹിച്ചു, മാറ്റം വരുത്തിയില്ല. എന്തിനതൊക്കെ സഹിച്ചത്? പല പണ്ഡിതന്മാരും അന്ന് അവർ പറയുന്നത് പോലെ ഏറ്റുപറഞ്ഞില്ലേ? വലിയ വലിയ ആളുകൾ ഏറ്റുപറഞ്ഞില്ലേ? അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ തോഴനായിട്ടുള്ള ഒപ്പം നടന്ന വലിയ മഹാപണ്ഡിതൻ, വലിയ ആളാണ്, ഹദീസിന്റെ ഉലമാക്കളിൽ അതിപ്രഗൽഭനാണ്. എന്നും ഹദീസിന്റെ നിലവാരം നിശ്ചയിക്കുന്നിടത്ത് ആ മഹാന്റെ വാക്കിനപ്പുറം ആരും പറയില്ല. അത്ര വലിയ ആളുകൾ ശത്രുക്കളുടെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് അവർ പറയുന്നത് പോലെ പറഞ്ഞു. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂലിന്റെ വസിയ്യത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട റബീഉ റളിയല്ലാഹു അൻഹു ശിഷ്യനായ റബീഉ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ് ഒരു കത്തും കൊണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത്. ആ കത്തിൽ എന്താണുള്ളത്? കത്ത് പൊട്ടിച്ചു വായിച്ചപ്പോൾ അഹ്മദ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. കത്തിലുള്ളത് എന്താണ്? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഹ്മദിനോട് പറയണം റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് പറയണം, അല്ലാഹുവിന്റെ കിതാബിന്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ പരീക്ഷണം നേരിടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ശത്രുക്കൾക്കൊപ്പം നിന്ന് പോവരുത്, സമ്മതിച്ചു കൊടുക്കരുത്. അതിന്റെ ഫലമായി അല്ലാഹു നിങ്ങളുടെ ദറജാത്തുകൾ ഉയർത്തും. അതാ വസിയത്ത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ കിതാബിന്റെ കാര്യത്തിൽ അഹ്മദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ വസിയത്ത് ചെയ്യുകയാണ്. ചെറിയ കാര്യത്. ആ കാരണം ഉറച്ചു നിന്നു, സഹിക്കേണ്ടതൊക്കെയും സഹിച്ചു. ആ ചരിത്രമൊക്കെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വിശദമായി പറയുന്നുണ്ട്. താരീഖ് തബരിയും ഇബ്നു കസീറൊക്കെ നോക്കിയാൽ കണ്ണ് നിറഞ്ഞു പോകും. അത്ഭുതങ്ങൾ കാണാൻ കഴിയും നമുക്ക്. ഇങ്ങനെ സഹിച്ചു. വലിയ വലിയ പണ്ഡിതന്മാരെ കഴുത്തറുത്തു. ബഗ്ദാദിന്റെ വിവിധ ഭാഗങ്ങളിൽ കുന്തത്തിൽ നാട്ടപ്പെട്ടു. അവരുടെ കഴുത്തുകൾ, ആ കുന്തത്തിൽ നാട്ടപ്പെട്ട് കിടക്കുന്ന തല ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. അത്ര വലിയ ആളുകൾ. അറുക്കപ്പെട്ട് വേർപെടുത്തപ്പെട്ട തല ബഗ്ദാദിന്റെ വിവിധ ഭാഗങ്ങളിൽ കുന്തത്തിൽ നാട്ടപ്പെട്ട് കിടക്കുമ്പോൾ ആ തല ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. ഖുർആന് വേണ്ടി അവർ സഹിച്ചത്. ഇങ്ങനെ നമുക്കിത് കിട്ടിയത്. അവരുടെ ഉത്തരവാദിത്വം അവരവർ നിർവഹിച്ചിട്ടുണ്ട്. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു. ഓരോ തലമുറകളിലും അക്കാലത്തുള്ള പ്രഗൽഭരായ, വിശ്വസ്തരായ, യോഗ്യരായ പണ്ഡിതന്മാർ ഇതിനെ വഹിക്കും. യംഫൂന അൻഹു തഹരീഫുൽ ഗാലീന വൻതിഹാലുൽ മുബ്തിലീൻ വതഅ്വീലുൽ ജാഹിലീൻ. ജാഹിലിങ്ങൾ പല വ്യാഖ്യാനം കൊടുക്കും. ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ടായിരിക്കും, ഇതിനെ പൊളിക്കാൻ നടക്കുന്നവരുണ്ടായിരിക്കും. അതിനെ തൊട്ടൊക്കെ ഇതിനെ പ്രതിരോധിക്കുന്ന പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. അവരാ ഉത്തരവാദിത്വം നിർവഹിച്ചു. കഴിഞ്ഞ തലമുറകളിലൊക്കെയും നിർവഹിച്ചു. അതുകൊണ്ട് ഭംഗിയായി നമുക്ക് കൈമാറി കിട്ടി. ഇന്ന് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ആ കൈമാറി കിട്ടിയതാണ്. ഇത് വെറുതെയല്ല, കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. വലിയ വില അവർ നൽകിയിട്ടുണ്ട്. അവരിൽ പലരും അവരുടെ ജീവൻ അർപ്പിച്ചിട്ടുണ്ട്. അവർ ധാരാളം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത് നമ്മുടെ കയ്യിലാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എന്താ നമ്മളൊക്കെ പറയാൻ വിചാരിച്ചിട്ടുള്ളത്? നമ്മുടെ ചരിത്രത്തിലും അത് സംഭവിച്ചു. സംഘടിതമായി മുസ്ലിം ഉമ്മത്തിന് കൈമാറി കിട്ടിപ്പോകുന്ന ദീനും വിശ്വാസവും ആചാരങ്ങളും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിതമായ ഒരു വിഭാഗം ഇവിടെ പുറപ്പെട്ടു. അക്കാലഘട്ടത്തിലുള്ള സാദാത്തുക്കളും പണ്ഡിതന്മാരും സാലിഹ്യങ്ങളും സംഘടിച്ചു. അവർ അതിനെ പ്രതിരോധിച്ചു. ശരിയായ ദീൻ ഉമ്മത്തിനെ അവർ പഠിപ്പിച്ചു കൊടുത്തു. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്കുള്ള വലിയ വലിയ മഹാന്മാർ, ആ കാലഘട്ടത്തിൽ ഉലമാക്കൾ അവർ സംഘടിതമായി തന്നെ അതിനെ നേരിട്ടു. ഇന്ന് നമുക്ക് ലഭ്യമായ സൗകര്യങ്ങളൊന്നും അന്ന് ലഭ്യമല്ല. പക്ഷെ അവരുടെ ജീവിതത്തെ അവർ ദീനിനു വേണ്ടി അർപ്പിച്ചു. അതിനു വേണ്ടി അവർ ഓടി നടന്നു. ഗ്രാമാന്തരങ്ങളിൽ അവർ ഓടി നടന്നു.
അവരതിനു വേണ്ടി ഒരുപാട് സഹിച്ചു. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടം, വെള്ളവും വെളിച്ചവും ഇല്ലാത്ത കാലഘട്ടം, ഇരുട്ടിലൂടെ അവർ നടന്നു, അവരധ്വാനിച്ചു. അതിന്റെ ഫലമായി ഈ പരിശുദ്ധ ദീൻ ഉമ്മത്തിന് എങ്ങനെ കൈമാറി കിട്ടിയോ അപ്രകാരം നമുക്കും കൈമാറി കിട്ടിയിരിക്കുന്നു. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ ദീനിന് കാവൽ നിന്നു. ഇതിൽ പോറലേൽക്കാതെ അവർ ഉമ്മത്തിന് അത് വിവരിച്ചു കൊടുത്തു. ആരൊക്കെ അതിനെതിരിൽ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ ആരെന്ത് വരുന്നോ അതിനൊക്കെ അവർ പ്രതിരോധിച്ചു. ഉമ്മത്തിന് ഹക്ക് അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കത് കൈ കിട്ടിയപ്പോൾ എന്തുമാവാം, അത് കൊണ്ടു നടക്കാൻ നമുക്ക് വയ്യ. ആരെന്ത് പറഞ്ഞാലും ഒക്കെ നമുക്ക് ശരിയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എന്ത് പറയാനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്? എങ്ങനെ അത് ഇങ്ങോട്ട് കൈമാറി കിട്ടിയത്? ഈ മഹാന്മാർ അധ്വാനിച്ചതും ഈ കഷ്ടപ്പെട്ടതൊക്കെ കാറ്റിൽ പറന്നുപോയോ? നമുക്കൊന്നും ഉത്തരവാദിത്തല്ലേ? അവര് പോയ റബ്ബിന്റെ മുന്നിൽ നമ്മളും ചെല്ലണ്ടേ? ഇത് തീവ്രതയല്ല, ഇതാരോടുമുള്ള വിരോധമല്ല, അള്ളാഹുവിന്റെ ദീനിലുള്ള ഉയരത്താണ്. അതിലൊരു യാതൊരു വിട്ടുവീഴ്ചയുമില്ല, ആരോടും വിദ്വേഷമില്ല, ആരെയും തോൽപ്പിക്കാനുമല്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ തോറ്റുപോകരുത്, പരാജയപ്പെട്ടു പോകരുത്. അതിനു വേണ്ടി മാത്രം ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്, ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അവരവരാൽ കഴിയുന്നത് ഈ ആശയത്തെ, ആദർശത്തെ, ഈ ദീനിനെ, ഈ അടിസ്ഥാന നിലപാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളണം. അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും, വീഴ്ച വരുത്തിയതിന്റെ ഉത്തരം പറയേണ്ടി വരും. യാതൊരു സംശയവുമില്ല. ദീനുകൊണ്ട് കളിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഇവിടെ വരും വിവിധങ്ങളായ വിഭാഗങ്ങളും വാദങ്ങളും മുഖങ്ങളൊക്കെ അവിടെ വരും തീർച്ചയാണ്, വന്നിട്ടുണ്ട്, ഇനിയും വരും. അപ്പോഴൊക്കെ ഒളിഞ്ഞു കളിക്കുകയല്ല, അപ്പോഴൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ല. ഉറച്ചു നിൽക്കണം, കൃത്യമായി ഉമ്മത്തിന് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനു വേണ്ടി അറിവ് കൊണ്ട് കഴിയുന്നവൻ അറിവ് കൊണ്ട് ചെയ്യണം, പണം കൊണ്ട് കഴിയുന്നവൻ അങ്ങനെ ചെയ്യണം, ശരീരം കൊണ്ട് കഴിയുന്നവൻ അങ്ങനെ ചെയ്യണം. ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഇന്ന് നമ്മളാ ചെയ്യേണ്ടത്. ദീനിന്റെ പേരിൽ പലതും കാട്ടിക്കൂട്ടുമ്പോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എല്ലാതും കുഴപ്പമില്ല, ഇതെല്ലാവരും എന്തിനാ പിന്നെ അവരിതൊക്കെ സഹിച്ചത്? ഇതാണോ നമ്മുടെ ഉത്തരവാദിത്തം? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ ഇരുത്തം വന്ന പണ്ഡിതന്മാരാണ്. ഇതിനൊക്കെ ഒരു തിരിച്ചറിവുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് ഒരു ആഴത്തിലൊരു ബോധമുണ്ട്, തിരിച്ചറിവുണ്ട്. നമ്മൾ അങ്ങിങ്ങായപ്പോഴെങ്കിലും കേൾക്കുന്ന കുറച്ച് പ്രസംഗവും എവിടെങ്കിലും കിട്ടുന്ന കുറച്ച് വാട്സപ്പ് ക്ലിപ്പുകളും അതുപോലെ തന്നെ ഗൂഗിൾ കിതാബ് ഇങ്ങനെ തുടങ്ങിയുള്ള കുറെ പരിഭാഷയും ചപ്പും ചവർ ഇതിൽ നിന്ന് കിട്ടുന്നതൊന്നുമല്ല ഈ ദീൻ. ഇതിൻ്റെതായ അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ തിരിച്ചറിവുണ്ടാവുക. അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ദീനിന്റെ സർവ്വകാര്യങ്ങളും ഉള്ളത്. ബാക്കിയൊക്കെ അതിന് വേണ്ടിയുള്ളതാണ്. ആ തിരിച്ചറിവുള്ള ഇരുത്തം വന്ന പണ്ഡിതന്മാർ അതത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിപ്പുള്ളവരിൽ ഏറ്റവും യോഗ്യരും പ്രഗത്ഭരുമായ ഒരു പറ്റം പണ്ഡിതന്മാർ, അവർ ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മെ നയിക്കുന്നത്. അത് നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് നഷ്ടമായാൽ അത് വലിയ നഷ്ടം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ മഹാന്മാരായ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ മുതൽക്കുള്ള മഹത്തുക്കൾ ഈ ഒരു പ്രസ്ഥാനത്തിനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ആദർശത്തെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും അർപ്പിച്ചുകൊണ്ട്, നമ്മെപ്പോലെ എല്ലു ഇറച്ചൊക്കെ തന്നെയാണ് അവർക്കും അവരുടേതായ കുടുംബം, ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ അപ്പുറം അവർ ഇതിനു വേണ്ടി അവരുടെ ജീവിതം അർപ്പിച്ചെങ്കിൽ അവരതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒരു അംശം നമുക്ക് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേ സ്ഥാനത്ത് അവർ ഈ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ നിലക്കൊക്കെ പ്രവർത്തിച്ചു. ഇവിടെ വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ കുത്താൻ, അതിനെ തോൽപ്പിക്കാൻ, അതിനെ പരാജയപ്പെടുത്താൻ
അതിനെതിരിൽ തിരിയുന്നവർക്കെതിരെയും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന ബോധം നമുക്ക് വേണം. മുഖം കെടാൻ ആരും മുതിരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരുടെ ദുആ അത് ഇജാബത്തുള്ളതാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ അത് വെറുതെയാവുകയില്ലെന്ന് നമുക്കൊക്കെയും കൃത്യമായ ബോധ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കൾ കാണിച്ചു തന്ന ആ ശരിയായ പാന്താവിലൂടെ നിലനിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യട്ടെ. ആ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ഉന്നതമായ കറപുരരാത്ത കൃത്യമായ ശുദ്ധമായ ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ സ്വാലിഹീങ്ങളായ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പഠനപരമായിട്ടുള്ള നമുക്ക്